മുഴുവനും ഗുണം പോയി. കാരണം എനിക്ക് പ്രവർത്തിച്ചിട്ട് 10 രൂപ ഉണ്ടായി. ആ പ്രവർത്തനത്തിൻ്റെ മൂല്യമാണ് ഞാൻ അനുഭവിക്കേണ്ടത്, അല്ലേ? അല്ലാണ്ട് മറ്റാൾ പ്രവർത്തിച്ചിട്ട് 100 രൂപ ഉണ്ടായി, അത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രവർത്തിച്ചിട്ട് 10 രൂപയാണ് ഉണ്ടായത്. ആ 10 രൂപയാണ് എൻ്റെ മൂല്യം. ഞാൻ അനുഭവിക്കാനുള്ളത് 10 രൂപയാണ്. അപ്പം അവിടെ എനിക്ക് നിരാശയില്ല, ദുഃഖമില്ല. കാരണം എൻ്റെ പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമാണ് 10 രൂപ. ആ 10 രൂപയിൽ ഞാൻ പരിപൂർണ സംതൃപ്തനാണ്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലാണ് എൻ്റെ താല്പര്യവും എൻ്റെ വ്യവസ്ഥയും നിലനിൽക്കുന്നത്. അതിൽ നിന്നാണ് ഞാനായിട്ട് തിരിച്ചറിയുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷത. അപ്പോൾ ഇത്രയേ ഉള്ളു കാര്യം. രമ എവിടെയാണ്? രമ അമേരിക്കയിലാണോ, ലണ്ടനിലാണോ? ഒന്നുമല്ല. എവിടെയാണെങ്കിലും നമ്മൾ അമേരിക്ക എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലാണ്. അത്രേ ഉള്ളൂ. ഇവിടെ എവിടെയാണെങ്കിലും അതെ, ഒരു കാരണവശാലും ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള അതിരുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവിടെയും രാത്രിയും പകലും ഉണ്ട്, ഉണരുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, വിശക്കുന്നുണ്ട്. എല്ലാ ദൈനംദിന ജീവിതത്തിൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തിയും അവിടെ ഒരു മാറ്റവും ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്, ഏത് രാജ്യത്താണെങ്കിലും. അതായത് ഒരു കൂലി പണിയെടുക്കുന്ന ആളും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനും രണ്ടുപേരും പ്രവർത്തിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. പക്ഷേ സങ്കല്പിക്കുകയാണ്, എനിക്കെന്തോ കൂടുതലുണ്ട്. ഈ കൂടുതലുണ്ടെന്ന് സങ്കല്പിച്ചിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് കൂടുതലുണ്ടെന്ന് സങ്കല്പിക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ കുറവുണ്ട്. അതെ അതെ, എനിക്ക് കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ എല്ലാവരെ പോലെ ആണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ എല്ലാവരെ പോലെയാണ്, മനസ്സിലായ? എല്ലാവരെ പോലെയാണ് ഞാൻ. ഇത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്. എവിടെയെല്ലാം ആരെല്ലാമായിട്ട് അന്തരമുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് മാറും. ഇപ്പം നമ്മൾ നടക്കുമ്പോൾ കാല് പതിയുന്നിടം നമ്മൾക്ക് കാല് വെക്കാൻ പറ്റുന്നിടത്തോട്ടേ നമ്മൾ കാലെടുത്ത് വെക്കത്തുള്ളൂ, അല്ലേ? അല്ലാണ്ട് ഒരു ഗർത്തത്തിലോട്ട് കാലെടുത്ത് വെക്കത്തില്ല. അവിടെ അന്തരത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പാദം പതിയുന്നിടം നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് സ്പർശിക്കാൻ പറ്റുന്ന മേഖലയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ച നിൽക്കുന്നത്. പക്ഷെ സങ്കല്പത്തെ സ്പർശിക്കാൻ പറ്റത്തില്ല. സങ്കല്പത്തെ സ്പർശിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സങ്കല്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കാരണം. അതുപോലെ നമ്മളിപ്പോൾ